ചക്ക അവിയൽ വെച്ചാലോ, കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. വേവിച്ചതിൻ്റെ ബാലൻസ് കൊണ്ട് അവിയലും കൂടെ വെക്കാൻ കഴിയും. അതിൻ്റെ കൂടെ കോവയ്ക്ക, ക്യാരറ്റ്, സവോള, ഉള്ളി, പച്ചമുളക്, തക്കാളി, അച്ചിങ്ങ, ഇത്രയും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വെക്കാം. വെച്ച കഷ്ണത്തിൻ്റെ കൂടെ ചക്കയും കൂടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ശകലം മുളക് പൊടിയും കൂടി ഇട്ട്, ചക്കക്കുരു ഉണ്ട് ഓൾറെഡി, പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ശകലം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങയും ജീരകവും ഒരു പച്ചമുളകും കഷ്ണത്തിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഒരു കഷ്ണം പച്ചമുളക് എടുത്ത് ഉള്ളിയും കൂടി ഇട്ട് കരിയാപ്പില ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം. പാകമേ അതാവും. കഷ്ണം കുക്കറിൽ നിന്ന് എടുത്ത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടിയുടെ അടിയിലെടുത്ത് എണ്ണ ഒഴിച്ചിട്ടാണ് കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ടത്. അടുക്കി പിടിക്കും. എന്താ കഷ്ണത്തിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില ഇട്ടെടുക്കാം. കരിയാപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് വാങ്ങണം. ചക്ക അവിയൽ റെഡി.